ഒരു ഇറാഖി ഷവർമ തിന്നാമെന്ന് വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ മഴച്ചാറ്റൽ. എപ്പോൾ നടക്കാൻ ഇറങ്ങുന്നു അന്നേരം തന്നെ മഴച്ചാറ്റൽ. നാട്ടിൽ മഴ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പം ശരിക്കും മഴച്ചാറ്റൽ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത്. ഈ ടേബിളിൻ്റെ പുറത്തൊക്കെ മഴത്തുള്ളികളുണ്ട്, പക്ഷെ നമ്മുടെ പുറത്താണ് ഏറ്റവും കൂടുതൽ മഴത്തുള്ളികൾ വീഴുന്നത്. ആവാച്ചിയുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇറാഖി ഷവർമ. ഇപ്പോഴും അതുപോലെ ഇറാഖി ഷവർമ ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ അവരിവിടെ വന്നപ്പോൾ നമ്മുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു. വേറെ അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് സാധനം. അത് കഴിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. Banana, orange, watermelon, sea melon, lemon lemon, laban Iraqi, abud, avocado, black rice, mango juice. ഈ ഫോൺ വാങ്ങിച്ചിട്ടോ? 3 വർഷമായി വാങ്ങിച്ചിട്ട്. ഇതെൻ്റെ സ്വന്തം 3 വർഷം. എൻ്റെ ഏതൊരു ബർത്ത്ഡേക്ക് വാങ്ങിച്ചാണെന്ന് തോന്നുന്നു. ഞാൻ സ്വയം എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തതാന്ന് തോന്നുന്നു അല്ലേ? സച്ചിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. കഴിക്കാനിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. മുകളിൽ മേൽക്കൂരയൊന്നുമില്ല. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പൊളിയല്ലേ. നമ്മുടെ നാട്ടിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റത്. പക്ഷേ ഇവിടെ ഈയിടയ്ക്ക് മഴ പെയ്തപ്പോൾ ഇതൊരു വിഷയമായിരുന്നു. ഇവിടെ പറഞ്ഞ സംതിങ് ഇവരുടെ സ്പെഷ്യൽ. ഇതിൻ്റെ പേരെന്തുവായിരുന്നു? എന്തുവായിരുന്നത്? ചീസ്. ഇത് ചീസാണല്ലേ ഇതിനകത്ത്? ചീസ് അതിൻ്റെ മേളിൽ എന്തോ ഒഴിച്ചേക്കുന്നു, എന്തോ ചമ്മന്തി പോലെ ഒഴിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഫറ്റീര ഷവർമ വിത്ത് ചീസ്. അതാണ് സംഭവം. എൻ്റെ അമ്മ ചീസിൻ്റെ ആരാധികതോ തട്ടിക്കൊണ്ട് പോയി. ഇവിടെ പിക്കിളുണ്ട്. കഴിച്ചോ. പിസ്സ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. എന്നാ ഷെഞ്ചി ട്രൈ. ഫലാഹ് നോക്കട്ടെ. മോള് കഴിച്ചത് മതി എനിക്ക്. ആണോ? എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്ങനെയാണ്? അതാ ചൂട്. എക്സ്ട്രാ ക്രീമി, എക്സ്ട്രാ ചീസി. അവർ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. സൂപ്പർ. ഒരെണ്ണം ആക്കേണ്ടി വരുമെന്ന്. സൂപ്പർ. ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് ടേസ്റ്റിയാണ്. എന്താ ഇഷ്ടപ്പെട്ടോ? അല്ലാത്തപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ വാച്ചിയുടെ ചില സംഭവങ്ങളൊക്കെ എനിക്ക് അത്ര ടേസ്റ്റ് എനിക്ക് സഹിക്കാൻ പറ്റൂല. ഇന്നലത്തെ ഡോണറ്റ്. ദിസ് ഈസ് നൈസ്. വാച്ചിയുടെ ഡോണറ്റൊക്കെ ഭയങ്കര. ഒരു ഫലാഫിൽ ബ്രെഡോടെ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഒരു പിക്കിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തിന്നുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണ്. തിന്നുന്ന വീഡിയോ എക്സ്പെരിയാണെങ്കിൽ സ്വാഭാവികം. വേണ്ടേ അപ്പം? ടിഷ്യൂ ഒരു പെട്ട് ടിഷ്യൂ ആയിട്ട് കയ്യിരിക്കണം. വെരി സൂപ്പർ. അടുത്ത വാവാജി ഫാനായി മാറി. ഒരു കാര്യം, ഇവിടെ ഒരു സ്പെഷ്യൽ സുലൈമാനി കിട്ടും. അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒരുപാട് തവണ ഇത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി, മണപ്പിച്ച് നോക്കി. ഇതിൻ്റെ റിയൽ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരെണ്ണം ഞാൻ ഇവിടുന്നല്ലാതെ വേറെ എങ്ങൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ പറയണമെന്ന്. പക്ഷേ വേറെ
ഫലാഫലിൻ്റെ ഒരു ആരാധികയാണ് ഞാൻ. രണ്ടാമത്തെ പീസ് എടുത്തു. ഇനി ഞാൻ വെയിറ്റ് ചെയ്താലേ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ നമ്മളെ കഴിക്കാം. എത്ര പക്ഷേ പീസസ് ഉണ്ട്? പുളിയുണ്ട് കേട്ടോ. ചീസിൻ്റെ മേളിൽ വേറെ എന്തോ ഇട്ടേക്കുന്നത്? ഈ സോസിന്റെ പുളിയാ. എന്തോ ഒരു ചമ്മന്തി പോലെ ഒരു സോസ് ഉണ്ട്, അവൻ്റെ പുളിയാണത്. 7, 8, 9 എത്ര പീസസ് ഉണ്ടായിരുന്നു? അതുകൊണ്ട് ഇത് സ്മോളാണ്, പല സൈസുണ്ട്. സ്മോൾ, മീഡിയം, ബിഗ്, ലാർജ് ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടെണ്ണം, ഞാൻ 3 വേണം. ഇപ്പം 4. അപ്പോൾ 8 പീസസ് ഉണ്ട് അല്ലേ? സുലൈമാനി അപ്പോൾ നമ്മുടെ ഫലാഫൽ പ്ലേറ്റ് എത്തി.